ഗിരിയേട്ടൻ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. അത് വെറുതെ. ശബരിമലയിലേക്ക് പോകുന്നില്ലെന്ന് തീരുമാനിച്ചതിന് ശേഷം ഗിരിയേട്ടൻ വല്ലാതെ അസ്വസ്ഥനാണ്. ഗിരിയേട്ടന് ശബരിമലയിലേക്ക് പോകാൻ കഴിയാത്തതിൽ കുറ്റബോധമില്ലേ? ഉണ്ട്. പക്ഷെ ഞാൻ പോയാ ഈ വീട്ടിൽ എല്ലാരും കൂടി ഉണ്ടാക്കിയ പ്ലാൻ വിജയിച്ചതുപോലെയാവും. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിൽക്കണോ? ഇത് ദൈവത്തിന്റെ കാര്യമല്ലേ? ആയിരിക്കാം. ഒരുപക്ഷെ അവരെന്നോട് പോകുന്ന കാര്യം ഇങ്ങോട്ട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മലയ്ക്ക് പോയേനെ. പക്ഷെ ഇപ്പോ എനിക്ക് അവരുടെയൊക്കെ മുന്നിൽ തോറ്റ് മതിയായി. ഇനിയെങ്കിലും ഞാനൊരു നിലപാടെടുത്തില്ലെങ്കിൽ എങ്ങനെ ശരിയാവും? അവര് പറയുന്നത് ഈ വീട്ടിൽ നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലാവണം. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഗിരിയേട്ടൻ ആരോടെ വാശി കാണിക്കുന്നേ? കുഞ്ഞാറ്റയോടോ, അമ്മയോടോ, അതോ ദൈവത്തിനോടോ? ഗിരിയേട്ടൻ കുട്ടിക്കാലം മുതല് അച്ഛന്റെ കൂടെ ശബരിമലയ്ക്ക് പോവാറുള്ളതല്ലേ? അച്ഛൻ മരിച്ചതിന് ശേഷം ഓരോ തവണ ശബരിമലയിലേക്ക് പോകുമ്പോഴും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഗിരിയേട്ടന് കൂട്ടായിട്ട് വരാറില്ലേ? ഇതൊക്കെ നിന്നോടാരാ പറഞ്ഞത്? അമ്മയായിരിക്കും. അതെ. നിന്നെ കൊണ്ട് എന്നെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി സമ്മതിപ്പിക്കാനായിരിക്കും അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഗിരിയേട്ടൻ അച്ഛന്റെ സ്ഥാനത്ത് മലയ്ക്ക് പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയാണ്. ഗിരിയേട്ടനായിട്ട് ആ പ്രതീക്ഷ തകർക്കാൻ നിൽക്കുവാണോ? ഈ പറയുന്നവരൊന്നും അച്ഛന്റെ ഓർമ്മയെ ബഹുമാനിക്കുന്നവരല്ല. എന്നെ വ്രതം എടുപ്പിക്കാനും ശബരിമലയിലേക്ക് അയക്കാനും വാശി കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. ശരി, അവർക്ക് ഗിരിയേട്ടനെ പറഞ്ഞയക്കാൻ പല കാരണങ്ങളും ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഗിരിയേട്ടന് പോവാൻ ഒരേ ഒരു കാരണം പോരെ? അച്ഛനോടുള്ള ആത്മബന്ധം. ആ യാത്രയിൽ അച്ഛന്റെ ഓർമ്മകൾ അയവിറക്കാൻ കിട്ടുന്നൊരവസരം. ഇതൊക്കെ വെറും വാശിയുടെ പേരില് ഗിരിയേട്ടൻ നഷ്ടപ്പെടുത്തുവാണോ? എനിക്കും എന്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ്. അച്ഛന്റെ ഓർമ്മകൾ ഒരിക്കലും എന്നെ വിട്ട് പോവാതിരിക്കാനാണ് ഇഷ്ടമില്ലാഞ്ഞിട്ടും ഞാൻ യൂണിഫോം അണിഞ്ഞത്. യൂണിഫോം ഇട്ട് നടക്കുമ്പോൾ അച്ഛൻ എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്ത് വാശിയുടെ പേരിലാണെങ്കിലും ഇനി ആ യൂണിഫോം എനിക്ക് അഴിച്ചു വെക്കാൻ കഴിയില്ല. കാരണം അതെന്റെ അച്ഛനുമായിട്ട് എനിക്ക് ആകെയുള്ള ബന്ധം. ഗിരിയേട്ട ശബരിമലയിലേക്ക് പോകുന്നതും അതുപോലെ തന്നെയാ. ഇത്തവണ മലയ്ക്ക് പോയില്ലെങ്കിൽ അതിന്റെ കുറ്റബോധം ഗിരിയേട്ടന് ജീവിതകാലം മുഴുവനും ഉണ്ടാവും. അതെനിക്ക് ഉറപ്പാ. കുഞ്ഞാറ്റ ചെയ്തൊരു തെറ്റിന്റെ പേരില് ഗിരിയേട്ടൻ എന്തിനാ മലയ്ക്ക് പോകുന്നത് മുടക്കുന്നേ? ഞാനിപ്പോ പോവാൻ തീരുമാനിച്ച നിന്നെ തഴയുന്നത് പോലെ ആവില്ലേ? ഈ തീരുമാനം ഗിരിയേട്ടൻ ഒറ്റയ്ക്ക് എടുക്കുന്നതല്ല. നമ്മൾ ഒരുമിച്ചെടുക്കുന്നതാ. അതുകൊണ്ട് ഗിരിയേട്ടനുള്ള അതേ ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഇപ്പൊ എന്നെ തഴയുന്നത് പോലെ തോന്നുന്നില്ലല്ലോ? ഇല്ല. ഗിരിയേട്ടന് സന്തോഷവും സമാധാനവും കിട്ടുന്ന ഒന്നിനും ഞാൻ തടസ്സം നിൽക്കില്ല. അങ്ങനെ ഞാൻ തടസ്സം നിൽക്കുകയാണെങ്കിൽ ഗിരിയേട്ടൻ കാര്യമാക്കാൻ ചെയ്യരുത്. ഗിരിയേട്ടനുള്ളിൽ സന്തോഷമില്ലെങ്കിൽ ചുറ്റുമുള്ളവരോട് പങ്കുവെക്കാൻ സങ്കടവും വേദനയും മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എപ്പോഴും മനസ്സ് പറയുന്നത് കേൾക്കണം. താങ്ക് യു, എന്നൊരു നല്ല തീരുമാനം എടുക്കാൻ സഹായിച്ചതിന്. അതല്ലേ ഒരു ഭാര്യയുടെ കടമ.